നമസ്തേ. അഥർവവേദത്തിലെ 1-ാം കാണ്ഡത്തിലെ 4ഉം 5ഉം 6ഉം സൂക്തങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. യജ്ഞം ചെയ്യുന്നവർ യജ്ഞത്തിനാവശ്യമായ ജലം, സോമരസം, പാല്, നെയ്യ് എന്നിവ അമ്മയും സഹോദരിമാരും എന്ന പോലെ യാഗത്തിനു വേണ്ടി ഇതെല്ലാം വഹിച്ചുകൊണ്ടുപോകുന്നു. സൂര്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ജലം സമൃദ്ധമായി തീരാനാണ് യാഗം നടത്തുന്നത്. നദികളിലേക്കും കുളങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും സമൃദ്ധമായി ജലം ഉണ്ടാകുവാനായി ജലത്തിന്റെ അധിഷ്ഠാന ദേവതയെ മന്ത്രം, പ്രാർത്ഥനകൾ ചൊല്ലി ക്ഷണിച്ചുകൊണ്ടുവരികയാണ്. ഗോക്കൾ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പശുക്കൾക്കും കുതിരകൾക്കും ആടുമാടുകൾക്കും മനുഷ്യർക്കുമെല്ലാം പാനം ചെയ്യാനായി ജലം അത്യാവശ്യമാണ്. അമൃതത്താലും ഔഷധികളാലും പരിപൂർണമായിരിക്കുന്ന ജലം പാനം ചെയ്യുന്നതിലൂടെയാണ് എല്ലാവരും ബലമുള്ളവരായി തീരുന്നത്. ജലസ്രോതസ്സുകളെല്ലാം ഏറ്റവും ശുചിയായും ഔഷധ സസ്യങ്ങളാൽ സൗഖ്യദായകങ്ങളുമാക്കി കരുതേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ജലത്തെ സമസ്ത സുഖദായകങ്ങളായി കരുതുന്നു. നല്ല തത്വങ്ങളെ ഉൾക്കൊള്ളുന്നതിനും സുഖമനുഭവിക്കുന്നതിനും മോക്ഷം പ്രാപിക്കുന്നതിനും കൂടി ജീവദായകമായ ജലത്തെ ഉപയോഗിക്കുന്നു. ഈ കാലത്തു കൂടി ജീവന്റെ സാന്നിധ്യം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് ജലസാന്നിധ്യമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ്. ജീവനുള്ള ഏത് വസ്തുവിലും ജലസാന്നിധ്യമുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് അമ്മമാർ കുഞ്ഞുങ്ങളെ പാല് നൽകി പരിപോഷിപ്പിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്ക് ആവശ്യമായ ഭോജനം നൽകി ഔഷധ സസ്യങ്ങൾക്ക് ആവശ്യമായ രോഗനിവാരണമായ ജലത്തെ നൽകി അനുഗ്രഹിക്കുന്ന ഈശ്വരനെ അതിരുകളില്ലാതെ നമസ്കരിക്കുന്നു. നാം ശ്വസിക്കുന്ന വായു ശുദ്ധമാവുകയും നാം കുടിക്കുന്ന ജലം ഔഷധ ഗുണങ്ങളാൽ സമ്പുഷ്ടമാവുകയും നാം കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യം പ്രദാനം ചെയ്യുകയും ആയാൽ നമ്മുടെ ജീവിതത്തിൽ രോഗത്തിന് സ്ഥാനമില്ല തന്നെ. എന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടായാൽ തന്നെ ജലം, വായു, ആഹാരം, സൂര്യപ്രകാശം എന്നിവ കൊണ്ട് വീണ്ടെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതിയിൽ തന്നെയുണ്ട്. നാം പ്രകൃതിയിലേക്ക് നോക്കി അത് പഠിച്ചു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വരും തലമുറയിലേക്ക് ഓരോ ഔഷധ സസ്യത്തിന്റെയും ഗുണങ്ങളെക്കുറിച്ച്, രോഗപ്രതിരോധ ശക്തിയെക്കുറിച്ച് ബോധ്യമാക്കേണ്ടിയിരിക്കുന്നു. വീട്ടുമുറ്റത്തുള്ള കൃഷ്ണതുളസി എന്തെന്നറിയാതെ കമ്പോളവൽക്കരിക്കപ്പെട്ട കൃഷ്ണതുളസി സിറപ്പുകളുടെ പിന്നാലെ തത്രപ്പെടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്ന് നാം ഓർമ്മിക്കുന്നത് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ്. തെറ്റായ ജീവിത ശൈലിയിലൂടെ കൈമോശം വന്നുപോയ ആരോഗ്യം വീണ്ടെടുക്കാൻ നമ്മുടെ ജീവിത ശൈലിയിൽ തന്നെ ഒരു യു-ടേൺ ആവശ്യമായി വന്നേക്കാം. ജലം അമൃതിന്റെ ഗുണമുള്ളതാണ്. അമൃത് എന്നാൽ മൃതമല്ലാത്ത അവസ്ഥയാണ്. ജലം എപ്പോഴും ജീവദായകമാണ്. ജീവനുള്ളപ്പോഴാണ് ഈശ്വരനെ അന്വേഷിക്കേണ്ടതും പ്രാപിക്കേണ്ടതും. എല്ലാ ഔഷധ സസ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ ജലത്തിന് ലോകങ്ങളെ ആഹ്ലാദിപ്പിക്കുന്നതിനും ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിനും അങ്ങയെ വരെ സൂക്ഷിക്കുന്നതിനുമുള്ള കഴിവുണ്ട്. ഈ ജലം രോഗസൗഖ്യം തരുന്നു എന്ന് മാത്രമല്ല, സൂര്യപ്രകാശം കൂടുതൽ സമയം ഏൽക്കുന്നതിന് നമ്മുടെ ശരീരത്തെ പാകമാക്കുകയും ചെയ്യുന്നു. മിതമായ അളവിലെങ്കിലും ദിവസേന സൂര്യപ്രകാശം കൊള്ളാത്തവരാണ് നമ്മിൽ പലരും. എല്ലിൻ്റെയും പല്ലിൻ്റെയും ബലത്തിനാവശ്യമായ ഒരുപാട് സപ്ലിമെന്റുകൾ കഴിക്കുന്നതിലും പ്രധാനമാണ് വെയിൽ കായുന്നത്. ഇതെല്ലാം സൗജന്യമായി കിട്ടുന്നത് കൊണ്ട് അതിൻ്റെ മൂല്യം നാം മനസ്സിലാക്കുന്നില്ല. മനസ്സുവെച്ചാൽ ഇതെല്ലാം നമുക്ക് പരിപോഷിപ്പിക്കാവുന്നതേയുള്ളൂ. വരും തലമുറയ്ക്ക് വേണ്ടി ഈ അവബോധം പകർന്നു കൊടുക്കുകയാണ് ഒരുപാട് ആശുപത്രികൾ കെട്ടിപ്പടുക്കുന്നതിനേക്കാൾ അഭികാമ്യം. മരുഭൂമിയിലെ ജലം മഴക്കാല മേഘങ്ങളിൽ നിന്ന് പെയ്യുന്ന ജലത്തേക്കാൾ വ്യത്യസ്തമായിരിക്കും. കിണറിലെ ജലവും പാത്രത്തിൽ കരുതി വയ്ക്കുന്ന ജലവും തമ്മിൽ ഭേദമുണ്ട് എന്ന് അനുഭവത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്നാൽ എല്ലാ ജലവും സുഖം പ്രദാനം ചെയ്യുന്നു. സ്വീകരിക്കുന്നവന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, മനോഭാവത്തിനനുസരിച്ച് സുഖത്തിലും സന്തോഷത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. ഏതായാലും ശരീരവും മനസ്സും ആത്മാവും എത്രത്തോളം പ്രകൃതിയോടിണങ്ങി നിൽക്കുന്നുവോ അത്രത്തോളം പുനരുജ്ജീവിപ്പിക്കുകയും സമ്പുഷ്ടമാവുകയും ചെയ്യും. റിട്രീറ്റ് എന്ന വാക്കിന് തിരിച്ചു നടത്തം, മടക്കം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. നാം ഈ പ്രകൃതിയുടെ തന്നെ ഒരു അംശമായിരിക്കെ നാം തിരിച്ചു നടക്കേണ്ടത് പ്രകൃതിയുടെ ആ മടിത്തട്ടിലേക്ക് തന്നെയാണ്.
ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും അതിനായി മാറ്റിവെച്ചാൽ ജീവിതത്തിലെ ഒരുപാട് വ്യഗ്രതകളിൽ നിന്ന് മോചനം നേടാനാവും. നമ്മുടെ മനസ്സ് ശാന്തമാവും. ശരീരത്തിന് ഒരു പുതിയ ഊർജം ലഭിക്കുക തന്നെ ചെയ്യും. ചിന്താശേഷിയിലും ധാരണകളിലും ഒരുപാട് മാറ്റങ്ങൾ വരും. പ്രകൃതിക്ക് നമ്മോട് ഒരുപാട് സംവദിക്കാനുണ്ട്. ആ മൃദുസ്വരം കേൾക്കാൻ, ആ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യാൻ അല്പസമയം മാറ്റിവെച്ചാൽ ഫലം അത്ഭുതാവഹമാണ്. ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.